ജയിക്കാൻ ഉറച്ചാണ് സ്വതന്ത്ര പരീക്ഷണം വിട്ട നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിനെ തന്നെ CPIM സ്ഥാനാർത്ഥിയാക്കിയത്. രാഷ്ട്രീയ പോരാട്ടം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ എം സ്വരാജിനും പാർട്ടിക്കും പക്ഷേ അടിതെറ്റി. ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥിയെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച എം സ്വരാജിനെ തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തല്ല? വർഷങ്ങൾക്കു ശേഷം സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി, അതും പാർട്ടിയുടെ കരുത്തനായ യുവനേതാവ്. നിലപാടുകളിൽ വ്യക്തതയും വാക്കുകളിൽ കൃത്യതയുമുള്ള എം സ്വരാജ്. പ്രതീക്ഷ വാനോളമുണ്ടായിരുന്നു CPIM-ന്. സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തിയതോടെ LDF ക്യാമ്പ് ഉണർന്നു. കൊടുമ്പിരി കൊണ്ട പ്രചാരണ ദിനങ്ങൾ. പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. മികച്ച വാഗ്മിയെന്നും വായനക്കാരനെന്നും ഇടതുപക്ഷം വാഴ്ത്തിപ്പാടിയെങ്കിലും നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടിയിരുന്നത് മലയോര മനുഷ്യർ നേരിടുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ശീലമുള്ളൊരു നേതാവിനെയായിരുന്നു. വെള്ളക്കെട്ടയിലെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റു മരണത്തിൽ തുടങ്ങിയ വന്യജീവി ശല്യത്തെക്കുറിച്ചുള്ള ചർച്ച ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. വന്യജീവി പ്രശ്നം ഉയർത്തിക്കാട്ടി UDF വീടുകൾ കയറി. അതിനെ പ്രതിരോധിക്കാൻ ഭരണമുന്നണിക്കായില്ല എന്നത് വസ്തുത. ജന്മനാടാണെങ്കിലും എം സ്വരാജ് ഏറെ നാളും മണ്ഡലത്തിന് പുറത്താണെന്ന ആരോപണവും ഏറ്റു. ക്ഷേമ പെൻഷനടക്കം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയായി. ക്ഷേമ പെൻഷനെക്കുറിച്ച് KC വേണുഗോപാലിന്റെ പരാമർശം LDF ആയുധമാക്കി. മറുവശത്ത് സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു UDF-ന്റെ ആയുധം. ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ RSS ബാന്ധവ പരാമർശവും. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തകർ കൈമേയ് മറന്ന് പണിയെടുത്തു. എന്നിട്ടും എം സ്വരാജിനെ വിജയിപ്പിച്ചെടുക്കാൻ LDF-നായില്ല. ന്യൂസ് ഡെസ്ക് 24.